നമസ്കാരം. സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സിൻ്റെ 12ാമത്തെ ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യം ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു കർഷകനെയാണ്. അദ്ദേഹം ഒരു ടെൻഡർ കോക്കനട്ട് സെല്ലറാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ സ്പെഷ്യലായിട്ടുള്ള നല്ല മധുരമുള്ള സാധാരണ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ ക്വാളിറ്റിയുള്ള ഇളനീരുണ്ട്. പക്ഷേ അദ്ദേഹം ഇത് ടൗണിൽ കൊണ്ടുപോയി വിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു 100 രൂപയെങ്കിലും പെർ kgക്ക് കിട്ടിയാലേ മുതലാവുള്ളൂ. എണ്ണം വെച്ച് പറയുകയാണെങ്കിൽ ഒന്നിന് ഏകദേശം ഒരു 50 രൂപയുടെ അടുത്ത് വില വരും. നിലവിലെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 30-35 പക്ഷെ ആ ഒരു ക്വാളിറ്റിയിലുള്ള സാധനമല്ല അദ്ദേഹം വിൽക്കുന്നത്. ക്വാളിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു 15 രൂപയുടെ എഡീഷൻ ഒരു സെല്ലറെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ആ രീതിയിൽ ഇദ്ദേഹം ബയേഴ്സിനെ അപ്രോച്ച് ചെയ്യാണ്. പക്ഷെ ബയേഴ്സ് പറയുന്നത് ഒന്നിന് 50 രൂപ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. 30 രൂപയ്ക്കാണ് ഇവിടെ എല്ലാം മാർക്കറ്റിൽ കച്ചവടം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൈസിൽ നിന്നും കൂടിയ ഒരു പ്രൈസിന് ഇനി ക്വാളിറ്റി ഉണ്ടെങ്കിൽ കൂടി ഞങ്ങൾ വാങ്ങാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ഈ ഒരു അവസരത്തിൽ ഈ സെല്ലറുടെ മൈൻഡ് സെറ്റ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അയാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മാർക്കറ്റ് പിടിക്കുക എന്നുള്ളത് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് 100 രൂപയ്ക്ക് ഇതുപോലെ വാങ്ങാൻ വെച്ചാൽ ആൾക്കാർ വന്ന് വാങ്ങിക്കോളണമെന്നില്ല. ഇനി അതൊരു ഗുണമുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ കൂടി ആ ഗുണം ആളിലേക്ക് എത്തിച്ചാൽ മാത്രമേ അതിന് അവർക്കൊരു വാല്യൂ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. വെറുതെ ഗുണം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അത് അവരിലേക്ക് എത്തണം. അവരിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ സാധനം ഏത് വിധേനയും അവർ വാങ്ങി ഉപയോഗിക്കണം. സോ ഈ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് അദ്ദേഹം ചില പുതിയ പ്ലാനുമായിട്ട് വരികയാണ്. അടുത്ത ദിവസം അദ്ദേഹം 100 രൂപയിൽ നിന്ന് നേരെ 40 രൂപയിലേക്ക് കുറയ്ക്കുകയാണ്. അടുത്ത ദിവസം ടെൻഡർ കോക്കനട്ടിന്റെ പ്രൈസ് നേരെ 40 രൂപയിലേക്ക് കുറയ്ക്കുകയാണ് പെർ kg. അതായത് ഒരു ടെൻഡർ കോക്കനട്ടിന് 20 രൂപയാണ്. മാർക്കറ്റിനെക്കാട്ടും കുറഞ്ഞ വിലയിലാണ് ഇദ്ദേഹം സെല് ചെയ്യുന്നത്. ഈ രീതിയിൽ പ്രൈസ് കുറച്ചുകൊണ്ട് ബയേഴ്സിന്റെ ഇൻട്രസ്റ്റ് കൂട്ടാനാണ് സെല്ലർ ശ്രമിക്കുന്നത്. ഇത് കേട്ട് കുറെ ബയേഴ്സ് ഇൻട്രസ്റ്റഡ് ആവുന്നു. അവര് 40 രൂപയ്ക്ക് വലിയ ക്വാണ്ടിറ്റീസ് വാങ്ങാനായിട്ട് തയ്യാറായി വരികയാണ്. ബയേഴ്സ് വന്ന് അതിന്റെ ഗുണം മനസ്സിലായി തുടങ്ങിയതിനോടുകൂടി സെല്ലർ പതുക്കെ അടവ് മാറ്റാൻ തുടങ്ങി. സെല്ലറിന് അറിയാം 40 രൂപയ്ക്കല്ല ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കേണ്ടത്. സെല്ലറിന്റെ ഉദ്ദേശം എന്താണ്? ബയേഴ്സിന്റെ ഇൻട്രസ്റ്റ് ജനിപ്പിക്കുക, ബയേഴ്സിനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം. ബയേഴ്സ് ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പ്രൈസ് കൂട്ടാം. കാരണം ബയേഴ്സ് ആ ക്വാളിറ്റിക്ക് വേണ്ടി പേ ചെയ്യും എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഇദ്ദേഹം പ്രൈസ് കുറച്ചത്. അതുകൊണ്ട് തന്നെ 40 നിന്ന് അദ്ദേഹം പതുക്കെ 50 ആക്കാൻ തുടങ്ങി, 60 ആക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം 80ലേക്ക് എത്തിച്ചു. 80 പ്രൈസ് ആയിരുന്നപ്പോഴും ബയേഴ്സ് ഹാപ്പിയാണ് ഇത് വാങ്ങാനായിട്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റ് 80 രൂപ പെർ kgക്ക് കിട്ടിയാലും അവർക്ക് അതൊരു നഷ്ടമല്ല. ആ രീതിയിൽ ബയേഴ്സിന്റെ മൈൻഡ് സെറ്റ് മാറി. അതുകൊണ്ട് സെല്ലറിന് പ്രൈസ് കൂട്ടാനായിട്ട് പറ്റി. അയാൾ ആദ്യം ഉദ്ദേശിച്ചത് 100 രൂപയാണ്. ആ 100 രൂപയിലേക്ക് ഇനി അയാൾക്ക് വേണമെങ്കിൽ എളുപ്പത്തിൽ എത്തിക്കാം. അതിനുള്ള ശ്രമം ആ സെല്ലറിന്റെ ഭാഗത്തുനിന്ന് തുടർന്നുകൊണ്ടിരിക്കും. എപ്പോഴൊക്കെ കൂടുതൽ ബയേഴ്സ് വരുന്നോ, എപ്പോഴൊക്കെ ബയേഴ്സ് ഒരു ഉയർന്ന പ്രൈസിന് ഇതേ പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യം കാണിക്കുന്നു, ആ ഒരു ഇന്റൻഷൻ മനസ്സിലാക്കിക്കൊണ്ട് സെല്ലേഴ്സിന് പ്രൈസ് കൂട്ടാവുന്നതേ ഉള്ളൂ. നമ്മളിവിടെ ഇത്രയും നേരം എക്സ്പ്ലെയിൻ ചെയ്തത് ഷോർട്ട് റീകവറി എന്ന കോൺസെപ്റ്റിന്റെ ഒരു അടിസ്ഥാന പ്രിൻസിപ്പിളാണ്. എങ്ങനെയാണ് അവിടുത്തെ ബയർ സെല്ലേഴ്സ് മൈൻഡ് സെറ്റ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്, എങ്ങനെയാണ് ഈ ഒരു അറിവ് ചാർട്ട് റീഡിങ്ങിന് ഹെൽപ്ഫുൾ ആവുന്നത് എന്നുള്ളത് തുടർന്ന് കാണാം. ഞാൻ നിങ്ങളുടെ ആൽഗോ പ്രൊഫസർ. വളരെ ബുദ്ധിമുട്ടേറിയ ഈ ഒരു ഉദ്യമം എളുപ്പമാക്കാനാണ് ഓരോ വീഡിയോയിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഞാൻ നിങ്ങളുടെയും കൂടി സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് കരുതലോടെ കരുത്തോടെ കൈകോർത്ത് മുന്നേറാം. സോ നമ്മൾ ഇത്രയും പറഞ്ഞ കോൺസെപ്റ്റ് ചാർട്ടിൽ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അതിനായി നമ്മളിപ്പോൾ ഉള്ളത് മെയ് 18, 2026 നിഫ്റ്റിയുടെ 2 മിനിറ്റ്സ് കാൻഡിൽ ചാർട്ടാണ് മോണിറ്റർ ചെയ്യുന്നത്. ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കാൻഡിൽ എന്ന് പറയുന്നത് 9:15 പ്രിന്റ് ചെയ്തിട്ടുള്ള കാൻഡിലാണ്. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. അന്നേ ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് വലിയൊരു ഗ്യാപ് ഡൗണോട് കൂടിയാണ്. ആ ഗ്യാപ് ഡൗണിന് ശേഷം വലിയൊരു റെഡ് കാൻഡിലാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. സെല്ലേഴ്സ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ സെല്ലിംഗ് കാണുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഒരുതരം പാനിക് സെല്ലിംഗ് ആണോ അല്ലയോ എന്നുള്ളതാണ്. പാനിക് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബയേഴ്സ് വന്നാലും സസ്റ്റെയിൻ ചെയ്തോളണമെന്നില്ല. ഇനി അതല്ല, സെല്ലേഴ്സ് വന്നിട്ട് പ്രൈസിനെ നല്ലൊരു പ്രൈസ് പോയിന്റിലേക്ക് പുഷ് ചെയ്യുകയാണെങ്കിൽ, ബയേഴ്സിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൈസ് പോയിന്റിലേക്ക് പുഷ് ചെയ്യുകയാണെങ്കിൽ
അവിടെ ഷോർട്ട് റിവേഴ്സൽ സംഭവിക്കും. സോ നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രൈസ് പോയിന്റിൽ നിന്ന് ബയേഴ്സ് വരുമെന്നും മാർക്കറ്റ് റിവേഴ്സ് ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്ടേഷനോട് കൂടിയാണ് ചാർട്ട് അനലൈസ് ചെയ്യാനായിട്ട് ഇരിക്കുന്നത്. നോക്കാം എന്താണ് ചാർട്ടിൽ സംഭവിക്കുന്നത് എന്നുള്ളത്. ആദ്യത്തെ 15 മിനിറ്റ് സെല്ലേഴ്സിന്റെ ഡോമിനേഷൻ ആണ്. ഇവിടെ CVD ചാർട്ട് നോക്കിയാലും കാണാം സെല്ലേഴ്സ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ബയേഴ്സിന്റെ പ്രസൻസ് വളരെ കുറവാണ്. അതിനുശേഷം ബയേഴ്സ് ചെറിയ രീതിയിലുള്ള പ്രസൻസ് കാണിക്കുന്നുണ്ട്. CVDയിൽ നോക്കി അറിയാം നല്ല രീതിയിൽ 3 ഗ്രീൻ കാൻഡിൽസ് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ നോക്കേണ്ടത് എന്താണ്, പ്രൈസിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് അത് കൊണ്ടുവന്നത് എന്നുള്ളത്. ഈ CVDയിൽ കാണുന്ന രീതിയിലുള്ള ഒരു 3 ബിഗ് കാൻഡിൽസ് ഇവിടെ നമ്മൾ കാണുന്നില്ല. അതിനർത്ഥം ബയേഴ്സ് ഉണ്ടെങ്കിലും സെല്ലേഴ്സ് നല്ല രീതിയിൽ അവിടെ ആക്റ്റീവ് ആണ്. പാസീവ് സെല്ലേഴ്സ് ഉണ്ട്. അവർ നല്ല രീതിയിൽ മാർക്കറ്റിനെ വീണ്ടും താഴോട്ട് പുഷ് ചെയ്യാം. അതാണ് പിന്നീട് ഈ റെഡ് കാൻഡിൽ CVDയിൽ പ്രിന്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. നിങ്ങൾ അതിൻ്റെ ഒരു റേഷ്യോ നോക്കുക, ഇവിടുത്തെ കാൻഡിൽ സൈസിൻ്റെയും ഈ പ്രൈസിൻ്റെ കാൻഡിൽ സൈസിൻ്റെയും. ഈ ഒരു പർട്ടിക്കുലർ റെഡ് കാൻഡിൽ നോക്കുവാണെങ്കിൽ അതിൻ്റെ ഓൾമോസ്റ്റ് ഡബിൾ സൈസിൽ പ്രൈസ് മൂവ് ചെയ്തിട്ടുണ്ട്. ഇതൊരു റിലേറ്റീവായിട്ട് പറയുന്നു എന്ന് മാത്രം. പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ബയേഴ്സ് വന്നപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ബിഗ് മൂവ്മെൻറ്റ് ഉണ്ടായില്ല. പക്ഷേ സെല്ലേഴ്സ് വരുമ്പം വലിയൊരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. സോ ഇത്തരം സിനാരിയോയിൽ ബയേഴ്സിൻ്റെ പ്രസൻസ് കണ്ടാലും ഷോർട്ട് റിവേഴ്സിൽ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം സെല്ലേഴ്സ് നല്ല രീതിയിൽ താഴോട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടെ ബയേഴ്സ് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാൻഡിലിൻ്റെ സൈസ് നോക്കൂ, ബയേഴ്സിന് സ്ട്രെങ്ത് ഇല്ല. സ്ട്രെങ്ത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഒരു എലിഫൻറ്റ് കാൻഡിൽ അല്ലെങ്കിൽ ദിനോസർ കാൻഡിൽ എന്നൊക്കെ പറയാം. എങ്ങനെയാണോ ഈ ഒരു റെഡ് കാൻഡിൽ നിങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ ഒരു ഫുൾ ലെങ്ത്തിലുള്ള ഒരു ഗ്രീൻ കാൻഡിൽ നമ്മൾ കാണണം. അത് നമ്മൾ പിന്നീട് മോണിറ്റർ ചെയ്യണം. ഇവിടെ ബയേഴ്സ് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ബട്ട് സെല്ലേഴ്സിനാണ് സ്ട്രെങ്ത് കൂടുതൽ. സോ നോക്കാം സെല്ലേഴ്സ് ഏതുവരെ പ്രൈസിനെ പുഷ് ചെയ്യുന്നുള്ളത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ സെല്ലേഴ്സ് നല്ല രീതിയിൽ മാർക്കറ്റിനെ താഴോട്ട് പുഷ് ചെയ്യുന്നു. വോളിയത്തിലും അതേ രീതിയിലുള്ള ഒരു കാൻഡിൽ പാറ്റേൺ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഏകദേശം 10 മണിയോട് കൂടി ബയേഴ്സ് ചെറിയ രീതിയിലുള്ള ഒരു സ്ട്രെങ്ത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, ഈ ഒരു കാൻഡിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം സൈസ് ഉണ്ട്. മാത്രമല്ല FVG ഫോം ചെയ്തിട്ടുണ്ട്. ആ FVGനെ കാൻഡിൽ റെസ്പെക്ട് ചെയ്യുമെന്ന് നോക്കാം. സോ ഈ ഒരു പോയിന്റ് തൊട്ടിട്ടാണ് നമ്മൾ അലേർട്ട് ആവേണ്ടത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, നേരത്തെ പവർ കാണിച്ച സെല്ലേഴ്സിന് എത്രത്തോളം പവർ ഉണ്ട്. കാരണം ഇപ്രാവശ്യം ബയേഴ്സ് വന്നത് അത്യാവശ്യം നല്ല സ്ട്രെങ്തോട് കൂടിയാണ്. ഇങ്ങനെ വന്നു എന്ന് കണ്ടത് കൊണ്ട് നമുക്ക് അത് റിവേഴ്സ് ചെയ്തു എന്ന് പറയാനായിട്ട് പറ്റില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത്തരം സിനാരിയോയിൽ നമ്മൾ നോക്കുന്നത് എന്താണ്, ബയേഴ്സിന് സ്ട്രെങ്ത് ഉണ്ടോ എന്നുള്ളതല്ല, മറിച്ച് സെല്ലേഴ്സ് വീക്ക് ആയോ എന്നുള്ളതാണ്. അപ്പോൾ സെല്ലേഴ്സ് വീക്ക് ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു കൺഫർമേഷൻ കിട്ടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വരുന്ന പവർഫുൾ ആയിട്ടുള്ള ഗ്രീൻ കാൻഡിൽ കണ്ട ഉടനെ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്നുള്ളൊരു അസംഷനിലേക്ക് നമ്മൾ എത്തരുത്. പാറ്റേൺ ഇൻട്രസ്റ്റിംഗ് ആണ്. നോക്കുക, ഈ ഒരു ബിഗ് കാൻഡിൽ വന്നു, അവിടെ ഒരു FVG ക്രിയേറ്റ് ചെയ്തു. ആ FVGനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റിൽ പ്രൈസ് ആക്ഷൻ വന്നിരിക്കുന്നത്. വോളിയത്തിൽ നോക്കിയാലും നിങ്ങൾക്ക് അറിയാം സെല്ലേഴ്സിന്റെ ഒരു അഭാവം നിങ്ങൾക്ക് കാണാം. ഇവിടുത്തെ സെല്ലേഴ്സിന്റെ പവറും പിന്നീട് ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള ബയേഴ്സ് വന്നതിന് ശേഷം സെല്ലേഴ്സ് റിയാക്ട് ചെയ്യുന്നത് നിങ്ങൾ നോക്കുക. സെല്ലേഴ്സിന്റെ റിയാക്ഷൻ താരതമ്യേന പവർ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോദ്യം, നമ്മുടെ എൻട്രി പോയിന്റ് ആയോ? നമ്മൾ അലേർട്ട് ആവാൻ എവിടെ തൊട്ട് തുടങ്ങിയിട്ടുണ്ട്? ഈ ഒരു കാൻഡിൽ പ്രിന്റ് ചെയ്തതിന് ശേഷം ഏകദേശം 9:59 തൊട്ടിട്ട് നമ്മൾ അലേർട്ടാണ്. പക്ഷേ എപ്പോഴാണ് എൻട്രി എടുക്കേണ്ടത് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. എൻട്രി എടുക്കാനുള്ള ടൈം ഇപ്പോഴും ആയോ എന്ന ചോദ്യത്തിന് ഉത്തരം ഇല്ല എന്നാണ്. കാര്യം, ഈ ഒരു സോൺ നിങ്ങൾ നോക്കുക. ഈ ഒരു സോൺ എന്ന് പറയുന്നത് സെല്ലേഴ്സ് സോൺ ആണ്. മാർക്കറ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് ശക്തമായിട്ട് റിവേഴ്സ് ചെയ്തിട്ടാണ് ഈ ഒരു സപ്പോർട്ട് റീജിയൻ വരെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? പ്രൈസ് ഈ ഒരു റീജിയനിലേക്ക് പോകുമ്പോൾ അവിടെ സെല്ലേഴ്സ് വീണ്ടും ആക്ട് ചെയ്യാം. പ്രൈസിനെ ഫെർദർ താഴോട്ട് പുഷ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. എപ്പോഴാണോ മാർക്കറ്റ് ഈ ഒരു സോണിനെ ബ്രേക്ക് ചെയ്ത് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും താഴോട്ട് വന്ന് ഇവിടെ ഒരു സ്വീപ്പ് നടത്തി പോണത്, അതാണ് നമ്മുടെ ഐഡിയൽ ഒരു എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്. എല്ലാ കേസിലും നമ്മൾ ഈ പ്രതീക്ഷിച്ച പോലെ നടന്നോളന്നില്ല. പക്ഷെ ഒരു ടെക്സ്റ്റ് ബുക്ക് സിനാരിയോ എന്ന് പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് ഇനിയും ഫെർദർ മുകളിലേക്ക് പോകണം. അതൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യണം. അവിടുന്ന് ഒരു പുൾ ബാക്ക് എടുത്തിട്ട് ഈ ഒരു റീജിയനിലേക്ക് തിരിച്ചു വന്നിട്ട് ഇവിടെ സപ്പോർട്ട് എടുക്കണം. അങ്ങനെ സപ്പോർട്ട് എടുത്ത് മുകളിൽ പോവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ ഒരു റീജിയൻ വരെ ട്രേഡ് പ്രതീക്ഷിക്കാം. ഇനി അതല്ല, ഈ ഒരു റീജിയന് സെല്ലേഴ്സ് ശക്തമായി ആക്ട് ചെയ്തിട്ട് മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വിത്ത് എ ലിക്വിഡിറ്റി സ്വീപ്പ്, ഈ റീജിയനിൽ നല്ലൊരു ഗ്രീൻ കാൻഡിൽ പ്രിന്റ് ചെയ്യുന്നു.
ആ ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ട ഉടനെ നമ്മൾ ചാടി കയറി എൻട്രി എടുക്കരുത്. കാരണം അത് ചിലപ്പോൾ ലിക്വിഡിറ്റി സ്വീപ്പ് ആവാം, ചിലപ്പോൾ അതുപോലെ തിരിച്ച് താഴോട്ട് പോകാം. സോ നമ്മൾ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? നമ്മൾ ബെറ്റ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റ് റിവേഴ്സൽ ആണ്. അതുകൊണ്ട് തന്നെ ലോങ് ട്രേഡിനാണ് നമ്മൾ ബെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ആ ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് ഒരു ഹയർ ഹൈ ഫോം ചെയ്യണം. പിന്നീട് ഈ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് സോണിനെ, നിലവിൽ ഇത് റെസിസ്റ്റൻസ് സോണാണ്, അത് ഹയർ ഹൈ ഫോം ചെയ്തതിന് ശേഷം ഒരു സപ്പോർട്ടായിട്ട് കൺസിഡർ ചെയ്ത് അവിടെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഒക്കെ കണ്ട് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഐഡിയൽ എൻട്രി. ഇതൊരു ടെക്സ്റ്റ് ബുക്ക് സിനാരിയോ ആണ്, ഇത് എപ്പോഴും സംഭവിച്ചോളണമെന്നില്ല. പക്ഷെ നമുക്ക് നോക്കാം ഈ ഒരു കേസിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു 23,320 എന്ന് പറയുന്ന ഒരു പ്രൈസിൽ ബയേഴ്സ് അട്രാക്റ്റഡ് ആണ്. എത്രത്തോളം ബയേഴ്സ് സ്ട്രോങ് ആയിട്ട് വരുന്നു അതിനനുസരിച്ച് ഈ ഒരു ഇൻസ്ട്രുമെന്റിന്റെ പ്രൈസ് മുകളിലേക്ക് പോകും. എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സിനാരിയോയിലേക്കാണ് പ്രൈസ് ആക്ഷൻ നീങ്ങുന്നത്. ഇവിടെ വീണ്ടും സെല്ലേഴ്സ് വരുന്നുണ്ട്, പക്ഷേ സെല്ലേഴ്സിന് നല്ല രീതിയിൽ പ്രൈസിനെ പുഷ് ചെയ്ത് ഈ ഒരു സ്ട്രോങ് ബേസ് ബ്രേക്ക് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല. മാത്രമല്ല പിന്നെ ബയേഴ്സ് വന്നപ്പോൾ പവർഫുൾ ആയിട്ടുള്ള ബയേഴ്സ് ആണ് വന്നത്. ഈ ഒരു സോണിനെ കംപ്ലീറ്റ് അത് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു FVG ഫോം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇവിടെയാണ് 20 EMA വരുന്നത്. സോ ഒരു 23,393 എന്ന് പറയുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഐഡിയൽ പ്രൈസ് ആണ് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട്. കാരണം ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? മാർക്കറ്റ് ഈ രീതിയിൽ മുകളിലോട്ട് പോകുന്നു, ഉടനെ ഈ ഒരു ക്യാൻഡിൽ കണ്ടത് കൊണ്ട് വാങ്ങരുത്. ഓൾഡ് സ്കൂൾ തിയറി പ്രകാരം നിങ്ങൾ ഇവിടെ ഒരു ക്യാൻഡിൽ കാണുന്നു, പിന്നെ ആ ഒരു ക്യാൻഡിലിന്റെ മുകളിൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ അത് ഒരിക്കലും ചെയ്യരുത്. കാരണം ഇതൊരു ലിക്വിഡിറ്റി സ്വീപ്പ് ആവാം. മാർക്കറ്റ് ഇതേപോലെ സ്വീപ്പ് ചെയ്തിട്ട് ഇതിനെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോരാം. അപ്പോൾ ഇതൊരു സ്ട്രോങ് ബ്രേക്ക് ഔട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് വയ്യ. നമ്മൾ ചെയ്യേണ്ടത് എന്താ? വെയിറ്റ് ചെയ്യണം, മാർക്കറ്റ് തിരിച്ചു വരണം. ഈ മാർക്കറ്റ് തിരിച്ചു വരാതെ ഇതിങ്ങനെ പവർഫുൾ ആയിട്ട് പോവുകയാണെങ്കിലും പേടിക്കൊന്നും വേണ്ട, അത് അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. എപ്പോഴാണോ പുൾ ബാക്ക് ചെയ്യുന്നത് ആ ഒരു പ്രൈസ് ആക്ഷൻ നോക്കിയിട്ടായിരിക്കും ബൈയിങ് തീരുമാനിക്കേണ്ടത്. ചിലപ്പോൾ ഇത് വലിയ വലിയ ക്യാൻഡിൽ പ്രിന്റ് ചെയ്ത് അങ്ങ് നീങ്ങി പോവാം, അങ്ങനത്തെ സിനാരിയോസ് ഉണ്ട്. അതല്ല നമ്മുടെ ഒരു ബൈയിങ് കണ്ടീഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ബൈയിങ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരു പുൾ ബാക്ക് സംഭവിക്കണം, ഈ ഒരു റീജിയണിൽ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് സംഭവിക്കണം. ഇവിടെ FVG ക്യാൻഡിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ 50% പ്രൈസ് ആക്ഷൻ റെസ്പെക്ട് ചെയ്യണം. നോക്കാം എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. നമ്മൾ പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് സിനാരിയോ അതേപോലെ സംഭവിച്ചിരിക്കുകയാണ്. പ്രൈസ് തിരിച്ചു വരുന്നു, ഈ ഒരു റീജിയനെ സ്ലൈറ്റ്ലി സ്വീപ്പ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. FVG ക്യാൻഡിലിന്റെ 50% റെസ്പെക്ട് ചെയ്യുന്നതായിട്ട് കാണാം. പിന്നീട് പവർഫുൾ ആയിട്ടുള്ളൊരു ഗ്രീൻ ക്യാൻഡിൽ പ്രിന്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് എൻട്രി ആവുന്നതുള്ളൂ. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതി തന്നെയാണ് CVDയിലും കിടക്കുന്നത്. CVDയിൽ നിങ്ങൾക്ക് കാണാം ശക്തമായിട്ട് സെല്ലേഴ്സ് വരുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ച് പ്രൈസിനെ താഴോട്ട് നീക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു 2 ക്യാൻഡിൽ പവർഫുൾ ആയിട്ട് വന്നത് കാരണം എന്താ സംഭവിച്ചത്? ഇത്രയും സെല്ലേഴ്സിനെ അവിടെ അബ്സോർബ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഐഡിയലി ഇതേ റേഷ്യോ നിങ്ങൾ നോക്കുവാണെങ്കിൽ പ്രൈസ് നല്ല രീതിയിൽ താഴോട്ട് വന്ന് ഈ ഒരു സോണിനൊക്കെ ബ്രേക്ക് ചെയ്യണം. അത് അവിടെ സംഭവിക്കുന്നില്ല, മറിച്ച് ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് എടുത്തിട്ട് മുകളിലേക്ക് പോവാണ് ചെയ്യുന്നത്. സോ ഇവിടെ എൻട്രി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റീജിയണിൽ താഴെയായിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് സംഭവിക്കാം. എങ്ങാനും ഇനി നമ്മുടെ അസംഷൻ തെറ്റി താഴോട്ട് വരുവാണെങ്കിൽ ഈ ഒരു ലെവലിന് താഴെ നിങ്ങൾക്ക് ക്ലോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എക്സിറ്റ് ചെയ്യാം. ഇനി അതല്ല മുകളിലേക്ക് പോവുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു 1:2 ഒക്കെ റിസ്ക് റിവാർഡ് നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച് ട്രേഡ് ചെയ്യാം. അഗൈൻ റിസ്ക് മാനേജ്മെന്റിനെ കുറിച്ച് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല, നിലവിൽ ടോപ്പിക് ഓഫ് ഇൻട്രസ്റ്റ് അല്ല. സോ തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളിവിടെ എൻട്രി എടുത്ത് കഴിഞ്ഞു. നോക്കാം മാർക്കറ്റ് എങ്ങനെയാണ് ഫർദർ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത്. നിങ്ങൾ നോക്കുക, ഇവിടെ എൻട്രി എടുത്തു, നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലേക്ക് റിവേഴ്സ് ചെയ്ത് ഈവൻ ഈ ഒരു റെസിസ്റ്റൻസ് സോണിനെ വരെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നിങ്ങളൊരു 1:2 റിസ്ക് റിവാർഡാണ് കണ്ടതെങ്കിൽ പോലും ഈ ഒരു ട്രേഡ് സക്സസ്ഫുൾ ആയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവും. സോ ഈ രീതിയിലാണ് ഷോർട്ട് റിവേഴ്സൽസിനെ മനസ്സിലാക്കേണ്ടത്. ലോജിക്ക് ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം ബയേഴ്സ് ഇൻട്രസ്റ്റഡ് ആണ്, പക്ഷെ അവരൊരു നല്ല പ്രൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആ ഒരു പ്രൈസിൽ ഒരുപാട് ബയേഴ്സ് ഉണ്ട് എന്നുള്ളത് സങ്കല്പിക്കാം. സോ മാർക്കറ്റ് താഴോട്ട് പോയി ആ ഒരു പർട്ടിക്കുലർ പ്രൈസിലെത്തുന്ന സമയത്ത് ബയേഴ്സ് ആക്ടിവേറ്റ് ആവുന്നു, അത് നല്ലൊരു റാലി തരുന്നു. ഇതിനെയാണ് നമ്മൾ ഷോർട്ട് റിവേഴ്സൽ എന്ന് പറയുന്നത്. ഈ റാലി എങ്ങനെ പിടിക്കാം, എന്തായിരിക്കണം അതിൻ്റെ മൈൻഡ് സെറ്റ്, എങ്ങനെയാണ് ചാർട്ടിൽ അത് അനലൈസ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ തന്നെ പല വേരിയേഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞത് ഒരു ടെക്സ്റ്റ് ബുക്ക് സിനാരിയോ ആണ്. ഞാൻ ഒന്നും കൂടി അതൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ആണ്. പിന്നീട് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ തൊട്ട മുകളിലുള്ള റെസിസ്റ്റൻസ് സോണിനെ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാൻഡിലോട് കൂടി ബ്രേക്ക് ചെയ്യുന്നതാണ് വിത്ത് വോളിയം സപ്പോർട്ട്. അപ്പോൾ വോളിയം സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ വോളിയം നോക്കാം. ഞാൻ CVD വെച്ചിട്ടാണ് നോക്കാറ്, കംഫർട്ടബിൾ ആണ്. കാരണം CVDയിൽ എവിടെയാണ് വോളിയത്തിൻ്റെ ലെവൽ, സെല്ലേഴ്സ് എത്രത്തോളം
അഗ്രസീവ് ആണെന്നൊക്കെ ഉള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ CVD ആണ് നോക്കുന്നത്. സോ CVDയിലും കൂടി അത് കൺഫേം ചെയ്യുന്നു. അങ്ങനെ പവർഫുൾ ആയിട്ട് ആ ഒരു സോണിനെ ബ്രേക്ക് ചെയ്താൽ പിന്നെ നമ്മൾ നോക്കുന്നത് അത് തിരിച്ചു വരാനാണ്, റീടെസ്റ്റ് ചെയ്യാനാണ്. ആ റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് CVDയിലെ ക്യാൻഡിൽ പാറ്റേൺ, എത്രത്തോളം സെല്ലേഴ്സ് പവർഫുൾ ആണ് എന്നതും കൂടി നമ്മൾ അനലൈസ് ചെയ്യണം. ഈ ഒരു കേസിൽ CVDയിൽ സെല്ലേഴ്സ് പവർഫുൾ ആണ്, ബട്ട് പ്രൈസിനെ അതുപോലെ പുഷ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അതിനർത്ഥം ബയേഴ്സിന്റെ ബേസ് സ്ട്രോങ് ആണ്. പിന്നെ നമ്മൾ ആകെ വെയിറ്റ് ചെയ്യുന്നത് എന്താണ്, ആ ഒരു റീജിയണിൽ ഒരു സ്വീപ്പ് നടക്കുന്നതും മാർക്കറ്റ് റിവേഴ്സ് ചെയ്യും. ഇതാണ് നമ്മുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് സിനാരിയോ എന്ന് പറയുന്നത്. ഇനി ഇത് ഇതേ രീതിയിൽ തന്നെ എപ്പോഴും സംഭവിച്ചോളണമെന്നൊന്നുമില്ല. ചെറിയ രീതിയിലുള്ള വേരിയേഷൻസ് ഉണ്ടാവാം. ആ ഒരു വേരിയേഷൻസും കൂടി നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അടുത്തൊരു കേസ് നോക്കാം. നമ്മളിപ്പോൾ ഉള്ളത് മെയ് 21, കൃത്യമായ സമയം പറയുകയാണെങ്കിൽ 12:33. ആ ഒരു ക്യാൻഡിലാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റിനെ പ്രീവിയസ് ട്രെൻഡ് നോക്കിയാൽ അറിയാം അതൊരു ഡൗൺ ട്രെൻഡിലാണ്. ഇവിടെ ഒരു ഡിമാൻഡ് കാണുന്നുണ്ട്. ഈ ഒരു 23,639 640 എന്ന് പറയുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത് സപ്പോർട്ട് സോൺ ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോയിന്റിലേക്ക് പ്രൈസ് വന്നപ്പോഴൊക്കെ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്നതായിട്ട് ഇതിന് മുന്നേ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം അതൊരു ബയേഴ്സ് ഇൻട്രസ്റ്റഡ് സോണാണ്. വീണ്ടും പ്രൈസ് ആ ഒരു സോണിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്രൈസ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത്. നേരത്തെ പറഞ്ഞ ആ ഒരു പ്രൈസ് സോണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു ഓറഞ്ച് ലൈൻ വരച്ചിട്ടുണ്ട്. പ്രൈസ് ആ ഒരു സോണിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നു. പക്ഷെ താഴോട്ട് വരുമ്പോഴും അതിനടുത്തും ഒരു ബയർ സോൺ ഉണ്ട്. സോ സ്ലൈറ്റ്ലി അത് താഴോട്ട് പുഷ് ചെയ്ത് വീണ്ടും ബയേഴ്സ് ആക്റ്റീവ് ആവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആക്റ്റീവായി എന്ന് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ കാരണം ഈ ഒരു റീജിയണിൽ ഡിമാൻഡ് സോൺ മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ആ ഒരു സോണിൽ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വോളിയത്തിൻ്റെ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്ലോപ്പ് നോക്കുകയാണെങ്കിൽ പോസിറ്റീവാണ്. നിങ്ങൾ ഈ രണ്ട് ലോയും തമ്മിൽ ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ആ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അതിനർത്ഥം ശക്തമായ സെല്ലേഴ്സിൻ്റെ അഭാവമുണ്ട്. ഇത് നമ്മൾ അലേർട്ട് ആവാനുള്ള ഒരു ടൈമാണ്. കാരണം ഇനി തൊട്ടാണ് നമ്മൾ കൃത്യമായി ചാർട്ടിനെ അനലൈസ് ചെയ്യേണ്ടത്. നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്, മാർക്കറ്റിൽ ബയേഴ്സ് ആക്റ്റീവ് ആവും. മാർക്കറ്റിനെ മേ ബി ഒരു 23,683 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് ശക്തമായി പുഷ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ തിയറി അനുസരിച്ച് നമ്മൾ പുൾ ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യും. എവിടെ വരെ പുൾ ബാക്ക് വരും? ഏകദേശം ഈ ഒരു ഓറഞ്ച് ലൈൻ വരെ പുൾ ബാക്ക് വരും. അവിടുന്ന് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകും. അതാണ് നമ്മൾ പിടിക്കാൻ നോക്കുന്ന ബസ്. നോക്കാം മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ്. ബയേഴ്സ് ശക്തമായി വരുന്നു. ഈ ഒരു സോണിനെ നല്ല സ്ട്രോങ് വോളിയത്തോടു കൂടി ബിഗ് ഗ്രീൻ ക്യാൻഡിലോട് കൂടി ബ്രേക്ക് ചെയ്തു. പക്ഷെ ബ്രേക്ക് ചെയ്തു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്കിത് മുകളിലേക്ക് പോയി താഴോട്ട് വരണം. ഇവിടെ ഒരു നല്ലൊരു എൻട്രി പോയിന്റ് അല്ല. സെല്ലേഴ്സ് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് വരുന്നത്. നമുക്ക് ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് കൂടുതൽ അനലൈസ് ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇതായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ക്യാൻഡിൽ. അവിടുന്ന് നിങ്ങൾ നോക്കുക പ്രൈസ് ആക്ഷനിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത്. സെല്ലേഴ്സ് അതിശക്തമായിട്ട് വരികയാണ്. പക്ഷെ അതിനനുസരിച്ച് മാർക്കറ്റിൽ പ്രൈസിനെ പുഷ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവും. ഈ രീതിയിൽ സെല്ലേഴ്സ് വന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്, പ്രൈസ് ആക്ഷനിലും അതേ രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബട്ട് അതിന് പകരം പ്രൈസ് ആക്ഷനിൽ നമ്മളൊരു പോസിറ്റീവ് സ്ലോപ്പാണ് കാണുന്നത്. അതിനർത്ഥം ഈ ഒരു സെല്ലേഴ്സിൻ്റെ മാർക്കറ്റിന് താഴോട്ട് പുഷ് ചെയ്യാനുള്ള ഒരു എഫേർട്ട് അത് നള്ളിഫൈ ചെയ്തു, അവർ അബ്സോർബ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സോ നമ്മളിപ്പോൾ ഉള്ളത് ഒരു ബയേഴ്സ് സോണിലാണ്. അവിടെ നമ്മൾ സെല്ലേഴ്സ് അബ്സോർപ്ഷൻ കാണുകയാണ്. സോ നമ്മൾ കൂടുതൽ വിജിലൻ്റ് ആയി. കാരണം മാർക്കറ്റ് റിവേഴ്സ് ആവും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന നമുക്ക് അതിനനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് നിലവിൽ കണ്ടുവരുന്നത്. വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഓറഞ്ച് ലൈൻ അവിടെ തന്നെയാണ് POC മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ കൂടുതൽ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു പ്രൈസ് ആക്ഷൻ സോണും കൂടിയാണത്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നല്ല ശക്തമായി ഈ ഒരു സോണിനെ ബ്രേക്ക് ചെയ്ത് പ്രൈസ് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്, ഈ സെല്ലേഴ്സ് വെറുതെ ഇരിക്കില്ല. നമ്മൾ അവരുടെ വരവിന് കാത്തിരിക്കണം. അവർ വന്നു കഴിഞ്ഞാൽ ഈ മാർക്കറ്റിനെ താഴോട്ട് പുഷ് ചെയ്ത് ഈ ഒരു സോണിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ, അത് കൃത്യമായിട്ട് ഈ ലൈനിലായിക്കോളണമെന്നില്ല, ഈ ഒരു സോണിൽ നിന്ന് എവിടെയെങ്കിലും ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ചു പോകുമ്പോൾ അതിൻ്റെ കൂടെ പോകാം. ഇതാണ് നമ്മുടെ തിയറി. നോക്കാം എന്താണ് സംഭവിക്കുന്നത്. നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചിരിക്കുന്നത് അതിനനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഇവിടെയും പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ഒരു ഹയർ ഹൈയിലേക്ക് പോയി ശക്തമായ രീതിയിൽ താഴോട്ട് വന്നു. നമ്മൾ പറഞ്ഞ ആ ഒരു ബേസിൽ നിന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഇവിടെ എൻട്രി എടുക്കാനുള്ള എല്ലാ സ്കോപ്പും ഉണ്ട്. ബട്ട് ഇവിടുത്തെ ചില കൺസേൺസ് ഉണ്ട്. നമ്മൾ എപ്പോഴും നോക്കേണ്ടത്
നിങ്ങൾ എൻട്രി എടുത്താൽ എവിടം വരെ ഇത് പോകും, എവിടെ പോയി ഇത് എക്സിറ്റ് ചെയ്യും, എവിടുന്ന് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഈ ഒരു പോയിന്റിൽ നമ്മൾ സെല്ലേഴ്സ് വീക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സെല്ലേഴ്സ് എവിടെ വേണമെങ്കിലും ആക്റ്റീവ് ആവാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ മുന്നോട്ട് ബെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു റിസ്ക് എന്ന് പറയുന്നത്, ഒന്ന് ഇവിടെ ഒരു റെഡ് FVG ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്, ഈ ഒരു പ്രൈസ് ആക്ഷൻ അതിനെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു 23,668 എന്ന് പറയുന്ന ഒരു പ്രൈസ് പോയിന്റ് വളരെ ക്രൂഷ്യലാണ്. കാരണം ഇനി ബയേഴ്സ് വരുവാണെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്യും. അത് മാത്രമല്ല ഇവിടുത്തെ ക്യാൻഡിൽസിന്റെ ഈ മുകൾ ഭാഗം കണ്ടോ, ഇതെല്ലാം ഹൈ വിക്കോട് കൂടിയാണ് റിവേഴ്സ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഇതിന്റെ മീനിങ്? പ്രൈസിന് മുകളിലേക്ക് പോകണമെന്നുണ്ട്, പക്ഷെ താഴോട്ട് നല്ല രീതിയിലുള്ള പ്രഷർ ഉണ്ട്. സോ ഇതേ ആൾക്കാർ എന്ത് ചെയ്യാം, വീണ്ടും ഈ ഒരു ബയേഴ്സിനെ താഴോട്ട് പുഷ്, അങ്ങനെ പുഷ് ചെയ്താൽ അത് എവിടെ വരെ പോകുന്നുള്ളത് നമുക്ക് പറയാനായിട്ട് അറിയില്ല. നിലവിൽ നമ്മൾ എൻട്രി സങ്കല്പിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഈ ഒരു പ്രൈസ് ആക്ഷനിൽ നമ്മൾ ഈ 20 EMAയുടെ മുകളിൽ എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിന്റെ ബേസ്, അതായത് 23,610 താഴെ ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്, കൃത്യം എൻട്രിയാണ്. പക്ഷെ അങ്ങനെ എൻട്രി ചെയ്താൽ നമ്മളെ കാത്തിരിക്കുന്ന കുറേ റിസ്കുകളുണ്ട്, അതാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഒന്ന്, ഇവിടെ ഒരു ബെയറിഷ് FVG, ഇതിനെ പ്രൈസ് റെസ്പെക്ട് ചെയ്യുക. പിന്നെ ഇതൊരു നല്ല രീതിയിലുള്ള സപ്പോർട്ട് സോൺ ആയിട്ട് ഇവിടെ തന്നെ ആക്ട് ചെയ്യുക. മാത്രമല്ല അവിടെയാണ് ഈ 20 EMA എന്ന് പറയുന്ന ഒരു സാധനം കൂടി വന്നിരിക്കുന്നത്. സോ ഇവിടെ നല്ല രീതിയിലുള്ള ഒരു റെസിസ്റ്റൻസ് അനുഭവപ്പെട്ട് പ്രൈസ് ഇതിനിടയിൽ ട്രാപ്പ് ആവാം. അത് ചിലപ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്തോണമെന്നില്ല, ചിലപ്പോൾ ഇതിനിടയിൽ കടന്ന് ട്രാപ്പ് ആവാനുള്ള സാധ്യത. അതുപോലെ തന്നെ നമ്മൾ എൻട്രി എടുക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, 20 EMA അതിനടുത്ത് തന്നെ വളരെ ക്ലോസ് ആയിട്ട് 200 EMA ഒക്കെ വരുവാണെങ്കിൽ അവിടുത്തെ എൻട്രി കഴിയുന്നത് ഒഴിവാക്കുക. കാരണം 200 EMAനെ പ്രൈസ് റെസ്പെക്ട് ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ചിലപ്പോൾ കിട്ടിക്കോളണമെന്നില്ല. അതായത് പ്രൈസ് വലിയ രീതിയിൽ മുകളിലേക്കും പോവില്ല, എന്നാലോ പ്രൈസ് ഈ ഒരു സോണിനെ ബ്രേക്ക് ചെയ്തോളണമെന്നില്ല. സമയം ഓൾറെഡി 2 മണിയോട് അടുത്തു. ചിലപ്പം ഈ ഒരു സോണിൽ പ്രൈസ് നിന്ന് അന്നേ ദിവസത്തെ മാർക്കറ്റ് എൻഡ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 2-2:30 ആകുമ്പോൾ നല്ല മൂവ്മെന്റ് നമുക്ക് കിട്ടും. മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ചിലപ്പോൾ ഒരു 2:30 ടൈമിന് ശേഷമായിരിക്കും, അല്ലെങ്കിൽ ഒരു 3 മണിക്ക് ശേഷമായിരിക്കും മാർക്കറ്റിൽ സഡൻ ആയിട്ടുള്ള മൂവ്മെന്റ് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഏത് ഡയറക്ഷനിലാവും എന്നുള്ളത് നമുക്ക് പറയാൻ വയ്യ. സോ ഇവിടെ എൻട്രി എടുക്കുമ്പം ഇത്രയും റിസ്കുകളുണ്ട്. അപ്പോൾ അതിനുള്ള ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. പ്രൈസ് ഈ ഒരു ലെവലിനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 23,743 എന്ന് പറയുന്ന ഒരു റേഞ്ചാണ് നമുക്കുള്ളത്. ആ ഒരു ലെവൽ പിടിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇവിടെ എൻ്റർ ചെയ്തിട്ട് നമുക്ക് നോക്കാം. അഥവാ എങ്ങാനും തിരിഞ്ഞു പോവുകയാണെങ്കിൽ ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി. ഇതൊരു ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ്, ഓൾറെഡി നമ്മുടെ ബേസിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് തിരിയുന്നത്. ഏകദേശം ഒരു 40 പോയിന്റ്സിൻ്റെ സ്പേസ് ആണ് കാണുന്നത്. സോ ആ ഒരു റിസ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻട്രി എടുക്കാം. എൻട്രി എടുക്കാമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ അതിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്, ബൈയിങ് ഒരു ഐഡിയൽ സിനാരിയോ ആയിക്കോണമെന്നില്ല. കാരണം എങ്ങാനും മാർക്കറ്റ് സൈഡ് വേസ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ബെനിഫിറ്റ് കിട്ടില്ല. സോ സെല്ലിംഗ് ആണ് ബെറ്റർ. എന്താണ് ബൈയിങ് സെല്ലിംഗ് എന്നൊക്കെ മനസ്സിലാവാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ ഓപ്ഷൻസിൻ്റെ സെഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതെല്ലാം ക്ലിയർ ആവും. ഇതെല്ലാം അറിയുന്ന ആൾക്കാർക്കാണ് ഞാൻ പറയുന്നത്. ഈ ഒരു സിനാരിയോയിൽ ഡയറക്റ്റ് ബൈ അത്ര നല്ലൊരു ഐഡിയൽ ഓപ്ഷൻ അല്ല. കാരണം മാർക്കറ്റ് സൈഡ് വേസ് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. നോക്കാം എന്താണ് ഫർദർ മാർക്കറ്റിൽ സംഭവിക്കുന്നതെന്നുള്ളത്. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഈ ഒരു സോണിൽ നിന്ന് കൃത്യം 200 EMAനെ റെസ്പെക്ട് ചെയ്യുന്നു. പ്രൈസ് നല്ല രീതിയിൽ താഴോട്ട് വരുന്നു. പിന്നീട് ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് കാണുന്നത്. അതും ബയേഴ്സിന് പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള അല്ല CVD കാണുന്നത്. ബട്ട് നോക്കാം അവർക്ക് എത്ര വരെ പ്രൈസ് പുഷ് ചെയ്യാൻ പറ്റുന്നുള്ളത്. സെല്ലേഴ്സ് ഇവിടെ ശക്തമായി വന്നെങ്കിലും അത് അബ്സോർബ് ചെയ്യപ്പെട്ടു എന്ന് വേണം കരുതാൻ. കാരണം ഇവിടെ അതിനനുസരിച്ചുള്ള ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല പിന്നെ ബയേഴ്സ് വരുന്നുണ്ട്. വളരെ ശക്തമായ രീതിയിൽ മാർക്കറ്റിനെ പുഷ് ചെയ്തു എന്നൊന്നും പറയാനില്ലെങ്കിലും ഈ ഒരു സോണിനെ ബ്രേക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ബയേഴ്സിൻ്റെ പ്രസൻസ് കാണുന്നുണ്ട്. പക്ഷേ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റിലേക്കാണ് മാർക്കറ്റ് പോണത്. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത പോലെ തന്നെ മാർക്കറ്റ് അന്നേ ദിവസം മൊത്തം ഒരു സൈഡ് വേസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ട്രേഡ് എടുത്തതിൻ്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കാര്യമായിട്ട് അന്നത്തെ ദിവസം കിട്ടില്ല. എപ്പോഴാണോ മാർക്കറ്റ് ഈ ഒരു സോണിനെ ശക്തമായിട്ട് ബ്രേക്ക് ചെയ്ത് ഇനി മുകളിലേക്ക് പോകുന്നത്, അപ്പോൾ മാത്രമേ ഒരു പ്രോപ്പർ റിവേഴ്സ് ട്രെൻഡ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് സംഭവിച്ചു, പക്ഷെ അത് അതിൻ്റെ അടുത്ത ദിവസമാണ് സംഭവിച്ചത്. അന്നേ ദിവസം മാർക്കറ്റ് ആ ഒരു റേഞ്ചിൽ തന്നെ കടന്ന് കളിക്കുമായിരുന്നു. ബട്ട് നിങ്ങൾ ആ പൊസിഷൻ ഹോൾഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് നെക്സ്റ്റ് ദിവസം കിട്ടിയിട്ടുണ്ടാവും. കാരണം നെക്സ്റ്റ് ദിവസം ആ ഒരു സോണിനെ ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ ക്യാൻഡിൽ മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിൻ്റെ ഒരു റിസ്ക് ഉണ്ട്. കാരണം നെക്സ്റ്റ് ദിവസം ഈ ഒരു സോണിന് മുകളിൽ തന്നെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടിയത്. ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നുണ്ടെങ്കിൽ ഹെവി റിസ്ക് ആണ്. സോ അതുകൊണ്ട് തന്നെ പൊസിഷൻസ് ഒക്കെ ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ ഒരു സിനാരിയോയും കൂടി കാണിച്ചു തന്നത്, ഞാൻ ആദ്യം പറഞ്ഞ സിനാരിയോ എന്ന് പറയുന്നത് അതൊരു ടെക്സ്റ്റ് ബുക്ക് കണ്ടീഷനാണ്. അത് എപ്പോഴും 100% എല്ലായിടത്തും വർക്കൗട്ട് ആയിക്കോണമെന്നില്ല. സോ അത്തരം സിനാരിയോയിൽ
നമുക്കിത് എസ്റ്റിമേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. കൃത്യമായിട്ടുള്ളൊരു പ്രഡിക്ഷൻ സാധ്യമല്ല. അടുത്ത കേസുകളൊക്കെ നമുക്കൊന്ന് തൊട്ട് പോവാം. ഷോർട്ട് റിവേഴ്സൽസിൻ്റെ പല വേരിയേഷനിലുള്ള 2 സിനാരിയോ ആണ് നമ്മളിപ്പോൾ ഒബ്സർവ് ചെയ്തത്. ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി പല വേരിയേഷൻസ് ഉണ്ടാവാം. അതിലൊരു വേരിയേഷൻ ആണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെ നമുക്കൊരു വി ഷേപ്പ് റിക്കവറി എന്ന് വിളിക്കാം. എന്തുകൊണ്ട് വി ഷേപ്പ് എന്ന് പറയുന്നു? ഒരു വി ഷേപ്പ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. എങ്ങനെയാണോ ഡൗൺ ട്രെൻഡ് വന്നത് അതേ രീതിയിൽ മുകളിലേക്ക് അപ് ട്രെൻഡ് പോകുന്ന ഒരു സിനാരിയോ ആണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പുൾ ബാക്ക് എവിടെ കിട്ടും എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത്തരം റിവേഴ്സൽ കാണുമ്പോൾ നമുക്ക് ഒരു ഐഡിയൽ സിനാരിയോ എന്ന് പറയുന്നത് മാർക്കറ്റ് വീണ്ടും ഒരു ഡിസ്കൗണ്ട് സോണിലേക്ക് വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാര്യം മാർക്കറ്റ് ഇങ്ങനെ പറന്ന് കയറുന്ന സമയത്ത് നമ്മൾ വാങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ അതിന്റെ റിസ്ക് വളരെ കൂടുതലാണ്. ഏത് ഘട്ടത്തിലും അതേ രീതിയിൽ മാർക്കറ്റ് താഴോട്ട് വരാം. നമുക്ക് ഇതൊരു ഡൗൺ ട്രെൻഡിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അപ് ട്രെൻഡ് ബെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ റിസ്ക് ആണ്. സോ ഇതിൽ ബെസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇത്തരത്തിൽ വി ഷേപ്പ് റിക്കവറി കാണുമ്പോൾ പിന്നീട് ഹയർ ഹൈയിലേക്ക് എത്തി അവിടുന്ന് പുൾ ബാക്ക് കാണുന്ന സമയത്ത് നമുക്കൊരു ഫിബൊനാച്ചി ഇട്ടു. ഫിബൊനാച്ചിയിൽ നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട് സോൺ 0.618 എന്നെ സംബന്ധിച്ചിടത്തോളം ഐഡിയൽ റിവേഴ്സൽ പ്രൈസ് എന്ന് പറയുന്നത് ഇതാണ് 23,920 ലെവൽസ്. കാരണം അവിടെയാണ് ഗോൾഡൻ റേഷ്യോ വരുന്നത്. മാർക്കറ്റ് ഇങ്ങനെ താഴോട്ട് വന്ന് ഇവിടെ സ്വീപ്പ് ചെയ്തിട്ട് മേലോട്ട് പോകുന്ന ഒരു സിനാരിയോ ആണെങ്കിൽ ഐഡിയൽ റിവേഴ്സൽ കണ്ടീഷൻ ആണ്. പക്ഷെ ഇതിൽ സംഭവിച്ചിരിക്കുന്നത് 0.382 എന്ന് പറയുന്ന ഒരു റേഷ്യോ വരെ വന്നിട്ടുണ്ട്. അവിടുന്ന് താഴോട്ട് വന്ന് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടാണ് മുകളിലേക്ക് പോയിരിക്കുന്നത്. സോ ഇത് കൃത്യം എവിടെ സംഭവിക്കും, നിർബന്ധമായിട്ട് സംഭവിക്കും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതേ രീതിയിൽ മാർക്കറ്റ് താഴോട്ടും വരാം. സോ ഇത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു എൻട്രി അപ്രോച്ച് ആണ്. കഴിയുന്നതും ഇത്തരം സിനാരിയോസ് വി ഷേപ്പ് റിക്കവറി കാണുന്ന സമയത്ത് നമ്മൾ മാർക്കറ്റ് സെറ്റിൽ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അതല്ല നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നീ പഠിക്കണം, ഇതെങ്ങനെയാണ് ഇതിന്റെ ബിഹേവിയർ എന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ പേപ്പർ ട്രേഡ് ഒക്കെ എടുത്ത് നോക്കാം. നമ്മൾ ഈ പറഞ്ഞ ലോജിക്കിൽ ഏത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. എന്താണ് അതിന്റെ ലോജിക്ക്? വി ഷേപ്പ് റിക്കവറി എത്രത്തോളം ഉണ്ടോ അത്രത്തോളം വെയിറ്റ് ചെയ്യുക. ഫസ്റ്റ് പുൾ ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഒരു പുൾ ബാക്ക് ഏതെങ്കിലും ലിക്വിഡിറ്റിയെ സ്വീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് റിവേഴ്സ് ട്രെൻഡിന്റെ കൂടെ പോകാവുന്നതും. ഈ ഒരു കാൻഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇതൊരു FEG ക്യാൻഡിലാണ്. ആ ഒരു FEG ക്യാൻഡിലിന്റെ ലിക്വിഡിറ്റിയിൽ സ്വീപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് പിന്നെ തിരിച്ചു മുകളിലോട്ട് കയറിപ്പോയത്. അത് സംഭവിക്കുന്നത് 0.382 എന്ന് പറയുന്ന ഒരു റേഷ്യോ ആണ്. എപ്പോഴും 0.382 ഇത് സംഭവിക്കൂ പറയാൻ പറ്റില്ല. ഇതൊരു 0.618 സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് ബെറ്റ് ചെയ്യാൻ ഉള്ള പ്രോബബിലിറ്റി കൂടിയെന്ന് മാത്രമേ ഈ ഒരു സാഹചര്യത്തിൽ പറയാനായിട്ട് പറ്റുള്ളൂ. ഇത് മറ്റൊരു വേരിയേഷൻ ആണ്. ഇതുവരെ ഡിസ്കസ് ചെയ്തതിൽ ഏറ്റവും പ്രോബബിലിറ്റി കൂടിയ ഒരു സിനാരിയോ ആണിത്. നമ്മളിപ്പോൾ ഉള്ളത് മാർച്ച് 30 ക്യാൻഡിൽ ചാർട്ടിലാണ്. നിങ്ങൾക്ക് ഇത് റീപ്ലൈ അടിച്ച് നോക്കാം. അപ്പം കുറച്ചും കൂടി ഞാൻ പറയുന്ന ലോജിക്ക് കിട്ടും. നമ്മുടെ സപ്പോർട്ട് സോണായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത് 23,800 ആണ്. 23,800 എന്ന് പറയുന്നത് ഹയർ ടൈം ഫ്രെയിമിലും സ്ട്രോങ് സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് പ്രീവിയസ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ. സോ പ്രൈസ് ഈ ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു കാൻഡിൽ മാർക്ക് ചെയ്യുന്നതിനോട് കൂടിയിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇതൊരു സപ്പോർട്ട് ആണ് എന്നുള്ളത്, അല്ലെങ്കിൽ പ്രൈസ് ഈ റീജിയനിൽ നല്ല രീതിയിൽ ബൗൺസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. കാരണം അതിൻ്റെ ആദ്യത്തെ സൂചന ഇവിടെ കിട്ടി, അതേ ദിവസം തന്നെ രണ്ടാമത്തെ സൂചന നിങ്ങൾക്ക് കിട്ടുകയാണ്. കാരണം ഇതും ഒരു റിവേഴ്സൽ പാറ്റേൺ ആണ്. ഇത്തരത്തിലുള്ള ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ വരുന്നതും ഒരു റിവേഴ്സലിനുള്ള സൂചനയാണ്. അപ്പോൾ ഇതൊരു സപ്പോർട്ട് റീജിയൻ ആയിട്ട് ആക്ട് ആക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ആണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു ക്യാൻഡിൽ കാണുന്നതിനോട് കൂടി കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ ലോജിക് പ്രകാരമാണെങ്കിൽ പ്രൈസിങ് മുകളിലേക്ക് പോയി ഒരു ഹയർ ഹൈ ഫോം ചെയ്ത് തിരിച്ച് പുൾ ബാക്ക് ചെയ്യണം. അതിവിടെ സംഭവിക്കുന്നില്ല. അതിനു പകരം പ്രൈസ് വീണ്ടും ഈ ഒരു ബേസിലേക്ക് വരികയാണ്. പക്ഷെ എപ്പോഴൊക്കെ ബേസിലേക്ക് വരുന്നു അപ്പോഴെല്ലാം നിങ്ങൾക്ക് കാണാം മാർക്കറ്റ് ആ ഒരു ലെവലിന് താഴെ പോകുന്നില്ല, മറിച്ച് മുകളിലേക്ക് പോകാനുള്ള ശ്രമം തുടരുകയാണ്. ഇതിനർത്ഥം കൃത്യമായിട്ട് അവിടെ ബയേഴ്സ് ആക്റ്റീവാണ്, അവർ ആ പ്രൈസിനെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ നോക്കുന്നത് 3 ടച്ച് വിത്ത് സൈഡ് വേ സിനാരിയോ ആണ്. അതായത് ഇതേ സോണിനെ പ്രൈസ് 3 പ്രാവശ്യം വന്ന് ടച്ച് ചെയ്യുന്നു. ടച്ചിങ് ചിലപ്പോൾ ഈ രീതിയിൽ എൻഗൾഫിംഗ് ആവാം, ഇത്തരത്തിൽ സ്വീപ്പ് ആവാം, ചിലപ്പം പ്രൈസ് ഇതിന് താഴെ പോയി സ്വീപ്പ് ചെയ്തിട്ട് വരാം. അതാണ് ഐഡിയൽ സിനാരിയോ. പ്രൈസ് നല്ല രീതിയിൽ താഴെ പോകണം, സ്വീപ്പ് ചെയ്ത് വരും. നമ്മുടെ ഫസ്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് 3 ടച്ച് ഇതേ സോണിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ നോക്കുന്നത് ആ 3 പ്രാവശ്യം ടച്ച് ചെയ്തപ്പോഴും CVDയുടെ സ്ലോപ്പ് എങ്ങനെയാണെന്നുള്ളതാണ്. ഈ ഒരു സിനാരിയോയിൽ നിങ്ങൾക്ക് കാണാം കൃത്യമായി സ്ലോപ്പ് പോസിറ്റീവ് ആണ്. അതിനർത്ഥം ബയേഴ്സ് കുറഞ്ഞു വരുന്നുണ്ട്. അവർ വളരെ അഗ്രസീവായ ബയേഴ്സ് ഓൾമോസ്റ്റ് സ്ലോ ആയി തുടങ്ങുന്ന ഒരു സിനാരിയോ ആണ് CVD നമ്മളോട് പറയുന്നത്. പിന്നീട് നമ്മൾ നോക്കുന്നത് എന്താണ്? പ്രൈസ് കുറച്ചൊന്ന് മുകളിലേക്ക് പോയി ഒരു കൺസോൾട്ടേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. എപ്പോഴൊക്കെ നമ്മൾ
കൺസോൾട്ടേഷൻ കാണുന്നു, അത് നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള സിനാരിയോ ആണ്. കാരണം കൺസോൾട്ടേഷൻ കഴിഞ്ഞ് പിന്നെ ഏത് ഡയറക്ഷനിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കൺസോൾട്ടേഷൻ കഴിഞ്ഞ് മാർക്കറ്റ് വീണ്ടും മുകളിലേക്കാണ് പോകുന്നത് എങ്കിൽ അതൊരു ഷോർട്ട് റിവേഴ്സൽസ് ആയിട്ട് പരിണമിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. സോ ഇവിടുത്തെ നമ്മുടെ റൂള് വളരെ സിമ്പിളാണ്. ബേസ് പോയിന്റിൽ എത്ര പ്രാവശ്യം ടച്ച് ചെയ്യുന്നുണ്ട് നോക്കുക. ഇവിടെ 3 പ്രാവശ്യം ടച്ച് ചെയ്യുന്നു. അതിനുശേഷം മാർക്കറ്റ് കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ടോ? കൺസോൾട്ടേഷൻ നടക്കുന്നു. അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇതേ കൺസോൾട്ടേഷൻ റീജിയനിൽ തന്നെയാണ് കൂടുതൽ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആക്റ്റീവ് ആയത്. POC ലൈൻ നിങ്ങൾക്ക് കാണാം. അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു സോണിനെ ബ്രേക്ക് ചെയ്യുന്ന ടൈമിൽ ഞാനതൊരു ഓറഞ്ച് ലൈൻ വരച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു കംപ്ലീറ്റ് സോണിനെ കവർ ചെയ്തിട്ട് പ്രൈസ് മുകളിലേക്ക് പോകണം. ഏപ്രിൽ 30 ഏകദേശം ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി 12:10 കൂടിയാണ് അത് സംഭവിക്കുന്നത്. ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ നോക്കുക, മുകളിലേക്ക് പോയി. പിന്നെ ഈ ഒരു ബേസിനെ സപ്പോർട്ട് എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ചെറിയ രീതിയിൽ തിരിച്ചു വരുന്നുണ്ടെങ്കിലും സെല്ലേഴ്സ് അത്ര അഗ്രസീവ് അല്ല. സോ ഇതൊരു ഐഡിയൽ എൻട്രി പോയിന്റ് ആണ്. ആൻഡ് അവിടുന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലേക്ക് റാലി ചെയ്തതായിട്ട് കാണാം. ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ഫസ്റ്റ് പറഞ്ഞത് ടെക്സ്റ്റ് ബുക്ക് സിനാരിയോ ആണ്. അത് സംഭവിക്കുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. പിന്നെ അതിന്റെ പല വേരിയേഷൻസ് നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ ഏറ്റവും പ്രോബബിൾ ആയിട്ടുള്ള കേസാണ് ലാസ്റ്റ് സംസാരിച്ചിരിക്കുന്നത്. മൾട്ടി ടച്ച് സപ്പോർട്ട് പ്ലസ് കൺസോൾട്ടേഷൻ. ഇത് 3 ടച്ച് എന്നുള്ളത് നമ്മളൊരു ബെഞ്ച് മാർക്ക് ആയിട്ട് എടുക്കുന്നു എന്ന് മാത്രം. ചിലപ്പോൾ അത് 2 ടച്ച് ആവാം. രണ്ടാമത്തെ ടച്ച് തന്നെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് പിന്നെ ഒരു കൺസോൾട്ടേഷൻ വന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോവാം. 3 പ്രാവശ്യം ആണെങ്കിൽ നമ്മളത് വീണ്ടും ഉറപ്പിക്കുകയാണ്. 3 പ്രാവശ്യം ആ ഒരു പ്രൈസിനെ അത് ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നീട് മാർക്കറ്റ് കുറച്ച് മുകളിലേക്ക് പോയിട്ട് ആ ഒരു റീജിയനിൽ കൺസോൾട്ടേറ്റ് ചെയ്യാണ്. ഈ 2 ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് ആ ഒരു സോണിനെ ബ്രേക്ക് ചെയ്ത് നല്ല വോളിയത്തോട് കൂടി നല്ല പവറോട് കൂടിയുള്ള ഗ്രീൻ ക്യാൻഡിൽ വരുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഗ്രീൻ ക്യാൻഡിൽ വരുന്നുണ്ടെങ്കിൽ ഇതൊരു ഐഡിയൽ എൻട്രി സിനാരിയോ ആണ്. സോ റിവേഴ്സൽസിന്റെ പല കേസുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. പല വേരിയേഷൻസ് ഉണ്ട്. ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇതുപോലെ ചാർട്ട് എടുത്ത് അനലൈസ് ചെയ്യുക. ഓരോ വേരിയേഷൻസിന്റെയും ഭാവഭേദങ്ങൾ ഉണ്ടാവും. അതെല്ലാം നമ്മൾ മാർക്കറ്റിൽ കണ്ട് ഒന്ന് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. സോ ഈ രീതിയിൽ ചാർട്ട് എടുത്ത് റീപ്ലേ ചെയ്ത് ഓരോ സിനാരിയും മനസ്സിലാക്കുക, നോട്ട് ചെയ്യുക. മാർക്കറ്റ് എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നത്, ബുൾ ട്രെൻഡിലാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ബിയർ ട്രെൻഡിലാണെങ്കിൽ മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത് ഹയർ ടൈം ഫ്രെയിമിൽ സപ്പോർട്ട് ഉള്ള റീജിയനിലാണോ അല്ലാത്ത റീജിയനിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.